വീഡിയോയുടെ മേളിലൊക്കെ കണ്ടിട്ടില്ലേ, ഈ ടെസ്റ്റ് എഡിറ്റിംഗ് അറിയത്തില്ലായിരിക്കും. നമ്മുടെ ഈ വീഡിയോയുടെ മേളിലൊക്കെ കണ്ടിട്ടില്ലേ, ടെസ്റ്റ് എഡിറ്റ് ഒക്കെ ചെയ്തിട്ടുള്ള ഷോർട്സിലൊക്കെ അതെങ്ങനെ ചെയ്യുന്നത് ചിലവർക്ക് അറിയത്തില്ലായിരിക്കും. അപ്പോൾ ഞാൻ വിചാരിച്ചു നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാം. അപ്പോൾ എങ്ങനെയാണ്, നമുക്ക് നേരെ വീട്ടിലേക്ക് പോയാലോ. ഇൻഫിനിറ്റ് പെയിൻറ്റർ ഓപ്പൺ ചെയ്യുക. എന്നിട്ടൊരു ബ്രഷ് നമ്മൾ സെലക്ട് ചെയ്തിട്ട് കളർ ഞാനിപ്പം വൈറ്റാണ് കേട്ടോ എടുക്കുന്നത്. ഞാൻ എന്താ എഴുതുന്നതെന്ന് വെച്ചാൽ എങ്ങനെ എഴുതാം എന്നാണ് ഞാൻ എഴുതുന്നത്. ആ മേളിൽ കാണുന്ന 3 കുത്തെ പിടിച്ച് കഴിയുമ്പം ആ എക്സ്പോർട്ട് എന്ന് പറഞ്ഞാൽ അത് ക്ലിക്ക് ചെയ്ത് കഴിയുമ്പം PNGയിൽ ആ ബാക്ക്ഗ്രൗണ്ട് എന്ന് പറഞ്ഞാൽ അത് ഓണാക്കി വെക്കണം കേട്ടോ. എന്നാലും നമ്മുടെ ബാക്ക്ഗ്രൗണ്ട് ബ്ലാക്ക് ആയിട്ട് ഇരിക്കത്തുള്ളൂ. ഇനി നമുക്ക് സേവ് ഇമേജ് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ഗാലറിയിലോട്ട് സേവ് ആയിട്ടുണ്ട്. ഇത് കണ്ടോ. ഇനി ഞാനിപ്പോൾ എടുത്തേക്കുന്നത് ഇൻഷോട്ടാണ് കേട്ടോ. ഇൻഷോട്ടിൽ ഞാനിവിടെ എൻ്റെ പൂച്ചക്കുട്ടിയുടെ ഒരു ഇതിട്ടിട്ടുണ്ട്. അതിൻ്റെ മണ്ടയ്ക്ക് ഞാനിടണം. അത് നമ്മൾ PIP ഫോട്ടോ സെലക്ട് ചെയ്തതിന് ശേഷം ഫോട്ടോസ് സെലക്ട് ഇരിക്കുന്നത് അത് നമുക്കൊന്ന് നേരെ വെച്ച് അതിൻ്റെ മുകളിലോട്ടൊന്ന് കറക്റ്റായിട്ടൊന്ന് ഫിക്സ് ചെയ്യണം. വേണമെങ്കിൽ നമുക്ക് ആ വീഡിയോ ഫുള്ളും ഒന്ന് ഡ്രാഗ് ചെയ്ത് കൊണ്ടുപോകാം കേട്ടോ. ഞാൻ കുറച്ച് ഇങ്ങനെ ഡ്രാഗ് ചെയ്ത് കുറച്ച് ഭാഗം വരെ അത് വെച്ചിട്ടുണ്ട്. നമ്മൾ മേളിൽ നമുക്ക് എവിടെയാണോ വെക്കേണ്ടത് ആ സ്ഥലം നമ്മൾ ഫിക്സ് ചെയ്യുക. ഫിക്സ് ചെയ്ത് കഴിയുമ്പം കട്ടൗട്ട് എടുത്ത് നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റുമ്പോൾ ആ ബാക്ക്ഗ്രൗണ്ടിലെ ബ്ലാക്ക് അത് നമുക്ക് മാറിക്കിട്ടും. അത് ഞാനിങ്ങനെ വെച്ചപ്പോൾ അത് മാറിയിട്ടുണ്ട്. നമ്മളിങ്ങനെ സ്ട്രെങ്ത് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അതിലൊക്കെ നമ്മൾ പിടിച്ച് കഴിയുമ്പോൾ നമുക്ക് ഇഷ്ടമുള്ള പോലെ ചെയ്യാം. ഇനി നമ്മൾ ഉണ്ടോ അതെങ്ങനെ ഒരു കളറ് ഞാൻ ഓരോ ഇത് നോക്കുന്നുണ്ട് കേട്ടോ എങ്ങനെയാണ്. ഇപ്പോൾ എനിക്കൊരെണ്ണം ഇഷ്ടപ്പെട്ടു, അത് ഞാൻ എടുത്തു. എന്നിട്ട് എൻ്റെ സൈസിനനുസരിച്ച് വലുതാക്കുകയോ ചെറുതാക്കുകയോ ഒക്കെ ചെയ്യണം. അങ്ങനെ ഞാൻ ചെയ്ത് അവിടെ ഫിക്സാക്കി വെച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പം ഇത്രേ ഉള്ളൂ, നമ്മുടെ വീഡിയോ സെറ്റായിട്ടുണ്ട്. കണ്ടോ. നമുക്കിനി വേണമെന്നുണ്ടെങ്കിൽ സ്റ്റിക്കേഴ്സ് എടുത്തിട്ട് ഫ്ലവേഴ്സൊന്നും എല്ലാം അടിച്ചു കൊടുത്തിട്ട് നമുക്ക് ഇഷ്ടമുള്ളൊരു ഫ്ലവർ ചൂസ് ചെയ്യാം. ചൂസ് ചെയ്തിട്ട് അത് നമ്മൾ ചെറുതാക്കിയോ വലുതാക്കിയോ ജസ്റ്റ് ഒരു രസത്തിന് വേണമെങ്കിൽ എൻ്റെ മണ്ടയ്ക്കോ സൈഡിലായിട്ടോ ഒക്കെ കൊടുക്കാം. വല്ല ഫ്ലവേഴ്സോ എന്തെങ്കിലുമൊക്കെ കൊടുക്കുകയും ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇത്രേ ഉള്ളൂ നമ്മുടെ ടെസ്റ്റ് എഡിറ്റിംഗ്. എങ്ങനെയുണ്ട്? ഈസി അല്ലേ? അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. അപ്പം പുതിയ ഇതുപോലത്തെ വീഡിയോസായിട്ട് സബ്സ്ക്രൈബ് ചെയ്യാം.